ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും ക്രിസ്മസ് നല്ലപോലെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു, അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ കുറച്ച് സംഘമിത്രങ്ങളും നല്ല രീതിയിൽ അടിച്ചു പൊളിച്ചിട്ടുണ്ട് ക്രിസ്മസ്. അത് എന്തൊക്കെയാണ് അടിച്ചു പൊളിച്ചതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. സോ ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ ഏറ്റവും ആദരണീയനായ റെസ്പെക്റ്റഡ് പ്രധാനമന്ത്രി ക്രിസ്മസ് ദിവസം ഒരു ചേർച്ചിൽ പ്രെയർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ന്യൂഡൽഹിയിൽ ദ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷനിൽ ക്രിസ്മസ് ദിവസം രാവിലെ ക്രിസ്മസ് മോർണിംഗ് സർവീസ് എന്ന് പറയുന്ന പ്രെയർ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് ഫുൾ പ്രെയർ അറ്റൻഡ് ചെയ്ത് നല്ലൊരു മെസ്സേജ്, അത്യാവശ്യം നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട തന്നെ ഒരു മൂവാണ്. രാജ്യത്തിൻ്റെ ഈ ഒരു അവസ്ഥയിൽ എല്ലാ ഐക്യം ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഇങ്ങനെയൊരു മൂവ് എടുത്തത് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മെയിനായിട്ടുള്ള മുന്നണി ഫോളോ ചെയ്യുന്ന പ്രവർത്തകർ ഇതെല്ലാം ഫോളോ ചെയ്തോ, ഇതിന് ഇമ്പോർട്ടൻസ് നൽകിയോ ഇല്ലയോ എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. മൊത്തം റിപ്പോർട്ട് ചെയ്ത 8 ഇൻസിഡൻറ്റ്സ് നടക്കുകയുണ്ടായി ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ട്, അക്രമങ്ങൾ ഓൾ ഓവർ ഇന്ത്യ. അതിൽ ഒന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, കേരളത്തിൽ സംഭവിച്ചത്. ബാക്കി 7 എണ്ണം, അതിൽ 6 എണ്ണം നമുക്കിപ്പോൾ എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ ലെറ്റ്സ് സി. ആദ്യത്തേതെന്ന് പറയുന്നത് യുപിയിലാണ്. യുപിയിലെ ബറേലി ഡിസ്ട്രിക്റ്റിൽ നടന്നത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ സംഭവം നടക്കുന്നത് യുപിയിലെ ബറേലി ഡിസ്ട്രിക്റ്റിലൊരു പള്ളിയുടെ, ക്രിസ്ത്യൻ പള്ളിയുടെ ഫ്രണ്ടിലാണ്. ക്രിസ്മസ് ആഘോഷം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പള്ളി മൊത്തത്തിൽ ഉപരോധിച്ച് അതിൻ്റെ ഫ്രണ്ടിലിരുന്ന് ഹനുമാൻ ചാലീസ, അതായത് ഹനുമാൻ്റെ പ്രേയേഴ്സ്, അത് അവരുടെ ഒരു ഫുൾ ലെങ്ത് പ്രെയർ ഉണ്ട്, അതിരുന്ന് ഭാരത് മാതാ കി ജയ്, വന്ദേ മാതരം, അതിനോടൊപ്പം ഈ ഹനുമാൻ ചാലീസയും പറഞ്ഞ് പ്രതിഷേധിക്കുകയാണ്. ആ ഒരു അവരുടെ ക്രിസ്മസ് ആഘോഷം നിർത്തിവെപ്പിച്ച് അതിനെതിരായിട്ട്. ഓക്കെ, നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് റായ്പൂർ, ഛത്തീസ്ഗഡ് സംസ്ഥാനത്തിലെ ക്യാപിറ്റലായിട്ടുള്ള റായ്പൂരിൽ മാഗ്നെറ്റോ മോൾ എന്ന് പറയുന്ന ഒരു മോളുണ്ട്. അവിടെ ക്രിസ്മസ് ഡെക്കറേഷൻസും സെലിബ്രേഷൻസും ഉണ്ടായിരുന്നു. അവിടെ നടന്ന അക്രമമാണ്. നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, സോ നിങ്ങൾ കണ്ട പോലെ ബജ്രംഗ് ദളാണ് ഒഫീഷ്യലി ഇത് ചെയ്തതെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. അതായത് മാഗ്നെറ്റോ മോൾ എന്ന് പറയുന്ന മോൾ റായ്പൂർ ഡിസ്ട്രിക്റ്റിലാണുള്ളത്, ഛത്തീസ്ഗഡ് സ്റ്റേറ്റിൽ. അവിടെ ആക്ച്വലി ഒരു ബന്ദ് പ്രഖ്യാപിച്ചിരുന്നു ബജ്രംഗ് ദൾ. അതായത് ഇല്ലീഗലി ക്രിസ്ത്യാനിറ്റിയിലോട്ട് കൺവേർട്ടായിട്ട് ഒരുപാട് പേര് പോകുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു കൺവേർഷനും മതപരിവർത്തനങ്ങളെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്രക്ഷോഭം എന്ന രീതിയിൽ ഒരു ബന്ദ് സംഘടിപ്പിച്ചു. ആ ദിവസം മോൾ പ്രവർത്തിക്കുകയുണ്ടായി. മോളിൽ ഈ പറയുന്ന രീതിയിലുള്ള ഡെക്കറേഷൻസും അലങ്കരിക്കലും ബാക്കി ക്രിസ്മസ് പരിപാടികളും എല്ലാം കണ്ടതിന് ശേഷം ഇവർ ഈ മോൾ ആക്രമിക്കുകയായിരുന്നു. അതായത് അവിടെയുള്ള ഡെക്കറേഷൻസ്, അവിടെയുള്ള സാന്താക്ലോസ് അടിച്ചു പൊളിച്ചു, അവിടെയുള്ള ക്രിസ്മസ് ട്രീ, അവിടെയുള്ള മോളിലെ ജീവനക്കാരെ ഓടിച്ചു. അവിടെ മോളിൽ സിനിമ കാണാൻ വന്നവർ ഭയപ്പെട്ടു, അവരെ ഓടിക്കുകയുണ്ടായി.
അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ടായി. ഓക്കെ, നൗ നെക്സ്റ്റ് ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് അസം ഡിസ്ട്രിക്റ്റിലെ നൽബരിയിലാണ്. ഓക്കെ, അവിടെ എന്താ നടന്നത് നമുക്ക് നോക്കാം. Forced their way into the school, raised slogans and carried out the attack. Meanwhile, the Catholic Bishops' Conference of India, the CBCI, President Archbishop Andrews Tazar, in a video appeal to Prime Minister Narendra Modi, Home Minister Amit Shah and Chief Ministers of various states, urged them to ensure strict enforcement of law and also extend proactive protection. ഓക്കെ, അവിടെ ഒരു സ്കൂളിലാണ് നടക്കേണ്ടത്. ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ, അതായത് ക്രിസ്മസ് സെലിബ്രേഷന് വേണ്ടി ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ച ഒരു സ്കൂളിലെ അലങ്കാരവും ബാക്കിയുള്ള എല്ലാ ഡെക്കറേഷൻസും വലിച്ച് നശിപ്പിക്കുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ആ അടുത്തുള്ള ഷോപ്സ് ആയാലും ബാക്കിയുള്ള കടകളിലെല്ലാം ഈ ഡെക്കറേഷൻ സാമഗ്രികളും ബാക്കി ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളെല്ലാം അടിച്ച് നശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അടുത്ത ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് ഒറീസയിലാണ്. എന്താണെന്ന് വീഡിയോ ഒന്ന് നോക്കാം. ତୁମେ ଆମେ ବଡଦାଣ୍ଡରେ ଜଗନ୍ନାଥ ଦେଶରେ ଆସିକି ଇଏ କଣ ବିକୁଛ? ଜଗନ୍ନାଥ ଦେଶରେ ଆସିକି କଣ ଖ୍ରୀଷ୍ଟିଆନ ବିକିଲଣି ତମେ? କଣ ଇଏ କଥା? କାହା ପାଖରେ ପରମିଶନ ନେଇଛ? ତୁମ ପାଖରେ କୌଣସି ପରମିଶନ ଲେଟର ଅଛି ଯେ ତମେ ଏଠି ବସିପାରିବ? नहीं आओ, गरीब आदमी जगन्नाथ का बेच, गरीब आदमी जगन्नाथ का बेच, इधर का नहीं चलेगा. सामान बेचना, हमारा जगन्नाथ प्रभु जी के सामान बेचना, भगवान का किस क्यों बेच रहे हो? नहीं आधार कार्ड नहीं चाहिए, सब लिखता चलो. ये हिंदू है ना, हिंदू है ना, हिंदू है तो फिर ये कैसे कर रहे हो? बंद कर. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അതായത് ഒരു സ്ട്രീറ്റ് വെൻഡർ, ഒരു തെരുവ് കച്ചവടക്കാരൻ ക്രിസ്മസ് എന്ന രീതിയിൽ സാന്താക്ലോസിൻ്റെ തൊപ്പി അല്ലെങ്കിൽ ബാക്കിയുള്ള ഓരോ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ വിൽക്കുമ്പോൾ ആ ഒരു തെരുവ് കച്ചവടക്കാരെ പോലും വിടുന്നില്ല. അവിടെയുള്ള ഏതോ ഒരു ചട്ടമ്പിയാണ്, കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്. കാറിൽ വന്നിറങ്ങി ഭീഷണിയാണ്. പേരെന്താണ്, ആധാർ കാർഡ് എന്താണ്, എവിടുന്നാണ്, രാജസ്ഥാനാണെന്ന് പറയുമ്പോൾ ഇത് ഹിന്ദു രാഷ്ട്രമാണെന്ന് അറിയില്ലേ? ഇത് അതായത് ഒറീസക്കാരുടെ പൂരി ജഗന്നാഥ്, അതായത് ജഗന്നാഥിൻ്റെ മണ്ണാണ്. ഇവിടെ വന്നിട്ട് ഈ ക്രിസ്ത്യൻസിന് വേണ്ടി ക്രിസ്ത്യൻസിൻ്റെ ആഘോഷം എന്ത് ധൈര്യത്തിലാണ് നീ പ്രൊമോട്ട് ചെയ്യുന്നത്? ഇവിടെ ഹിന്ദു രാഷ്ട്രമാണ്, ഇവിടെ ക്രിസ്ത്യൻസിൻ്റെ ഒന്നും തന്നെ നടക്കില്ല എന്നാണ് ഭീഷണിപ്പെടുത്തുന്നത്. അതിനുശേഷം വേറെ കുറേ സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് നമുക്ക് കാണാം. അടുത്ത് നടന്നത് ഡൽഹിയിലെ ലജ്പത് നഗറിലാണ്. എന്താണെന്ന് വീഡിയോ നോക്കാം. यहाँ से जाओ, ये काट रहा नहीं है क्या? ये क्यों पे फालतू कर रहे हो? अभी अपने घर में बनाओ, जो बनाना जाके अपने घर में जाओ. यहाँ से टोपी और उतार के क्या ड्रामा रचो मत जाओ. ये यहाँ धर्म परिवार चला रहे जाओ. देखो क्या ये लोग लिख के रखे हैं इन्होंने. ये लोग ना സെയിം തന്നെയാണ്. അതായത് ലജ്പത് നഗറിൽ ഒരു സ്ട്രീറ്റിൻ്റെ ഒരു സൈഡിൽ സെലിബ്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തടസ്സപ്പെടുത്തുക, അവിടെയുള്ള എല്ലാവരെയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ഒരു ക്രൗഡിനെ മൊത്തത്തിൽ പിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. അതും സ്ത്രീകളും കുട്ടികളും ആയത് കാരണം പെട്ടെന്ന് പിരിഞ്ഞു പോവുകയുണ്ടായി, അല്ലെങ്കിൽ സംഘർഷം വരെ ഉണ്ടായേക്കാവുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ എന്താണ് ഇത്? കുറച്ച് പൊളിറ്റിക്കൽ ലീഡറാണ് ഇതിൽ കാണപ്പെടുന്നത്. എന്താണ് വീഡിയോ ഒന്ന് നോക്കാം. ഓക്കെ, അതൊരു ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഒരു കണ്ണ് കാണാത്തൊരു കുട്ടീനെ ശാരീരികമായിട്ടും വേർബലി, അതായത് വാക്കാലും അബ്യൂസ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ഇതൊരു ആക്റ്റീവ് BJP പൊളിറ്റീഷ്യനാണ് ഈ സ്ത്രീ. ഇവരുടെ പേര് എനിക്ക് ഓർക്കുന്നില്ല മെൻഷൻ ചെയ്യാൻ, ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും.
ഇവർ ഈ ബ്ലൈൻഡ് ആയിട്ടുള്ള കണ്ണ് കാണാത്ത കുട്ടീനെ വാക്കാൽ അബ്യൂസ് ചെയ്യുന്നതാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നീ നല്ലതല്ല, നീ ചീത്തയാണെന്നുള്ള രീതിയിൽ ഒരുപാട് അബ്യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അറ്റാക്കും അതിനോടൊപ്പം ഭീഷണി നടത്തുന്നുണ്ട്. ഇത് നമ്മളിപ്പോൾ 6 ഇൻസിഡൻസ് ഡിസ്കസ് ചെയ്തു. 7ാമതൊരെണ്ണം കൂടിയുണ്ട്, അതായത് പിന്നെയും UP-യിൽ തന്നെ. അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെയും സെയിം നെഗറ്റീവ് UP നോർത്ത് ഇന്ത്യ എന്ന് വീണ്ടും എടുത്ത് പറയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതും എടുത്ത് പറയാത്തത്. അല്ലെങ്കിൽ അതും മെൻഷൻ ചെയ്യാം, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ല. നമ്മൾ ശരിക്കും ഡിസ്കസ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ പ്രധാനമന്ത്രിയുടെ സൈഡിൽ നിന്ന് അതൊരു പ്രൊപ്പഗണ്ട മൂവ്മെൻ്റ് ആയേക്കാം, അല്ലെങ്കിൽ ഒരു നല്ല ഉദ്ദേശത്തോടെയുള്ള മൂവ്മെൻ്റ് ആയിരിക്കാം. രാവിലെ പ്രധാനമന്ത്രി ക്രിസ്മസ് ദിവസം എന്താണോ ചെയ്തത്, പക്ഷേ അതിൻ്റെ ഒരു തരത്തിലുള്ള ഒരു റിഫ്ലക്ഷനും ഇവരുടെ അണികളിൽ കാണുന്നില്ല. ഇത് നടത്തിയിരിക്കുന്ന എല്ലാവരും ആക്റ്റീവ് BJP RSS മെമ്പേഴ്സാണെന്ന് പറയുന്നില്ല, പക്ഷേ എല്ലാവരും റൈറ്റ് വിങ് സപ്പോർട്ടേഴ്സാണ്. അതായത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ അനുയായികളാണ്. അതും ബജ്റംഗ് ദൾ അല്ലെങ്കിൽ അതേപോലുള്ള വേറെ ഏതെങ്കിലും സംഘടനകൾ. ഓരോരോ റീജിയൻ മാറുമ്പോൾ ഓരോരോ സംഘടനകളാണ്, പക്ഷേ എല്ലാം തീവ്ര വലതുപക്ഷമാണെന്ന് ഏകദേശം ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഇവരുടെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ ഇവരുടെ ചിന്താഗതി എന്താണ്? ഇന്ത്യ ഒരു ഹിന്ദുക്കളുടെ ഒരു പാകിസ്ഥാനാക്കി മാറ്റണം എന്നാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇന്ത്യ നിർമ്മിച്ചത് തന്നെ ഒരു ഡെമോക്രാറ്റിക് സെക്യുലർ സ്റ്റേറ്റ് എന്ന രീതിയിലാണ്. അതായത് മുസ്ലിംസിന് വേണ്ടി ഒരു പാകിസ്ഥാൻ എന്ന രീതിയിൽ പാകിസ്ഥാൻ സ്റ്റേറ്റ് ബിൽഡ് ചെയ്തപ്പോൾ ഹിന്ദുക്കൾക്കൊരു ഇന്ത്യ എന്ന രീതിയിലല്ല ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിൽ എല്ലാവർക്കും നല്ല രീതിയിൽ സമാധാനത്തോടെ കഴിയാം, സെക്യുലറായി കഴിയാം. അവിടെ മതം എന്നുള്ള ഒരു ഫാക്ടർ ലോ മേക്കിങ്ങിൻ്റെ എവിടെയും ഗവേണൻസിൻ്റെ എവിടെയും വരില്ല എന്നുള്ള ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ആയാലും ശരി, ഇവിടെയുള്ള ഗവൺമെൻറ് വർക്കിംഗ് ആയാലും എല്ലാ കാര്യങ്ങളും. അപ്പോൾ ഇവരിത് പിന്നെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫോർമാറ്റിൽ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണോ നമ്മുടെ ഈ രാജ്യം, സ്റ്റേറ്റ്, നേഷൻ ബിൽഡ് ചെയ്ത ആൾക്കാരുടെ ഐഡിയോളജീസ്, അവരുടെ ആദർശങ്ങൾ, അതിന് ടോട്ടലി വിരുദ്ധമായിട്ട് പിന്നെയും റിഗ്രസീവായി പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പ്രതികരിക്കുക, അത് മാത്രമേ ഇവിടെ വഴിയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ എല്ലാവരുടെയും വോട്ട്, നെക്സ്റ്റ് ടൈം വോട്ട് ചെയ്യുമ്പോൾ തീർച്ചയായും ഇതെല്ലാം കണക്ക് കൂട്ടി വേണം വോട്ട് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ വരെ ഇൻസിഡൻസ് ഉണ്ടാവാൻ തുടങ്ങി. ഇത്രമാത്രം ധൈര്യം ഇവർക്ക് എങ്ങനെയാണ് വരുന്നതെന്നറിയില്ല. കേരളം ഒരു എക്സെപ്ഷനായി പറയുന്നത് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് വളരെയധികം ഡിഫറെൻ്റാണ് ബാക്കി ഓൾ ഓവർ ഇന്ത്യ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ കേരളത്തിൽ പോലും ഇങ്ങനെയുള്ള ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയെങ്കിൽ നമ്മൾ തീർച്ചയായും ജാഗ്രത പാലിക്കേണ്ടതാണ്, കുറച്ചുകൂടി അലേർട്ടായിരിക്കേണ്ടതാണ്. നമ്മൾ തന്നെ ആക്ഷൻസും എടുത്തു തുടങ്ങേണ്ടിയിരിക്കുന്നു. ഓക്കെ, ഇന്നത്തേക്കുള്ള വീഡിയോ ഇതാണ്. ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നെക്സ്റ്റ് എന്ത് ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് ഒന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യൂ. തീർച്ചയായും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദാറ്റ്സ് ഓൾ. ബൈ.